ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറബിൾ ഡേയിലുള്ള കുറേ വിശേഷങ്ങളെല്ലാം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസത്തിലുള്ള ഒരു ദിവസമാണ് ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സ്നാക്സും വെള്ളവും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതാ റൂമിൻ്റെ താഴെയുള്ള ചെറിയൊരു ഷോപ്പിലേക്ക് കയറിയതാണ്. ഇത് ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഡ്രൈവറെല്ലാം ബുക്ക് ചെയ്ത് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് കാറ് വേണമെന്നെല്ലാം പറഞ്ഞ് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അവർ പിക്ക് ചെയ്യാൻ വന്നിന്. കുറേ പ്ലാൻസ് ഉണ്ട്. നമ്മളിന്നൊരു 3 ഡെസ്റ്റിനേഷനെങ്കിലും കവർ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ റെയിൽവേ മ്യൂസിയമാണ് കേട്ടോ. ഡമ്മി ട്രെയിനാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു വൺ അവർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. കുറേ ദൂരമൊന്നുമില്ല, അടുത്താണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അടുത്താണെങ്കിലും സ്ഥലങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ട, നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇതേപോലെ സ്നോ മൗണ്ടെയിൻസ് ആണ് കേട്ടോ. എന്താ രസം എന്നറിയോ ഈ വ്യൂ എല്ലാം കാണാൻ. ശരിക്കും നമ്മളെ ഹോം ടൗൺ, അതായത് ഒയ്ബക് എന്ന് പറഞ്ഞൊരു പ്ലേസിൽ സ്നോ ഇന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്ത സമയത്ത് ഫുൾ സ്നോ ആയി, മൗണ്ടെയിൻസ് ആയി. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസിനും കൂടുതലും പോകുന്ന വഴിയിലെല്ലാം ഇത് ശരിക്കും മൗണ്ടെയിൻസ് തന്നെയാണ് കേട്ടോ. കൂടുതലും പോകുന്ന വഴിക്കെല്ലാം നമ്മൾ വയനാട് ചുരമെല്ലാം കയറുമല്ലേ, അതേപോലെയാണ് കേട്ടോ. ഇതിങ്ങനെ മല ഇങ്ങനെ കയറി പോവും. കുറേ മേലെത്തുമ്പോൾ നമുക്കിങ്ങനെ ചെവിയെല്ലാം ഇങ്ങനെ അടയും കേട്ടോ. നമ്മൾ ചുരം കയറുന്ന നേരം എങ്ങനെയാണോ ഫീല് അതേപോലെ തന്നെ. അങ്ങനെ ഇതാ 1 അവർ കഴിഞ്ഞിട്ട് നമ്മളിതാ ഡെസ്റ്റിനേഷനിലെത്തിന്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ആമിർ സോയ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അതായത് ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വരേണ്ട ഒരു പ്ലേസ് ആണ് ഈ ഒരു ആമിർ സോയ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളിങ്ങനെ വിൻ്റർ സമയത്ത് വരണം, എന്നാലേ ശരിക്കും ഇതിൻ്റെ മുഞ്ച് കാണാൻ പറ്റൂ. ഇവിടെ കൂടുതലും ഇങ്ങനത്തെ സ്പോർട്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഐസ് സ്കേറ്റിങ്, അതേപോലെ ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട്. ട്യൂബിലെല്ലാം ഇങ്ങനെ ഊരിയിട്ട് പോവുക, അങ്ങനത്തെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ട്രാവൽ ചെയ്തിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കേറ്റ് ചെയ്യേണ്ട ടൂൾസും അതിൻ്റെ എക്യുപ്മെൻറ്റ്സെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഒരു ഷോപ്പ് പോലത്തെ സംഭവമാണിത്. എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയാണ് ഉണ്ടാവാൻ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫ്രഷ് ആവേണ്ട വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി കുട്ടികളെല്ലാം ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്ത് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല. സ്കേറ്റിങ്ങിൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാൻ. ഇതേപോലെ 2 വടിയെല്ലാം കുത്തി. പിന്നെ ഇവരെ ഷൂസിനുള്ളൊരു പ്രത്യേകത ഉണ്ട്. ആ ഷൂസ് ഇട്ടിട്ട് നമുക്ക് സ്നോ എന്നല്ലാണ്ട് പുറത്ത് നടക്കാനല്ല ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയിന് കേട്ടോ. നടക്കാൻ കഴിയാത്ത പോലെ ഉണ്ടേനു. അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ആമിർ സോയ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഫുള്ള് സ്നോവും പിന്നെ കുറേ റൈഡ്സും ആക്ടിവിറ്റീസും ഇങ്ങനെ തന്നെയാണ്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ എനിക്കിതെല്ലാം പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ഇതേപോലത്തെ റൈഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആളോട് ചോദിച്ച സമയത്ത് ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തരൂല എന്നാണ് പറഞ്ഞത്. അത് അവർ ഓടിച്ചിട്ട് നമ്മളെ ജസ്റ്റ് ബാക്കിലിരുത്തല. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ കുട്ടികൾക്ക് വേണ്ട ജീപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രാക്കെല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിന്. അതായത് ഇവിടാന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ റോഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. കാര്യം ആൾക്കാരെല്ലാം പോയി കുത്തും, അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതിനെല്ലാം ഇവർ പ്രത്യേകം ഇങ്ങനെ സെക്ഷനാക്കി വെച്ചിന്. പിന്നെ കേബിൾ കാറാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാൻ. ഈ കേബിൾ കാർ എന്ന് പറഞ്ഞാൽ ഒരു 3-4 തട്ടായിട്ടുണ്ടാവും. ഇത് ശരിക്കും മേലെ വരെ പോകട്ടാ. പക്ഷെ കണക്ഷനായിട്ടാണ് പോകാൻ. ഒരു കേബിൾ കാറിൽ കയറി അതിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത കേബിൾ കാറിൽ കയറി അങ്ങനെ വേണം കേട്ടോ പോകാൻ. ശരിക്കും നമ്മൾ ഇന്നാണ് സ്നോനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയത്. കാര്യം നമ്മൾ ഇതിനു മുന്നേ ഫസ്റ്റ് സ്നോഫോൾ കണ്ട സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയിന്. കാര്യം അന്ന് കണ്ടിന്യൂസ് സ്നോഫോൾ ആയിരുന്നു. അതേപോലെ നല്ല ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ, -ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു.
പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ്. കാര്യം നല്ല വെയിലും ഉണ്ട്, അതേപോലെ നല്ല സ്നോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പേ ഇല്ലേനു കേട്ടോ. ശരിക്കും ഗ്ലൗസോ ജാക്കറ്റോ ഒന്നും ആവശ്യമില്ല, നല്ല കാലാവസ്ഥയേനു. നമ്മൾ വെതറെല്ലാം ചെക്ക് ചെയ്ത് അന്നത്തെ പോലെ പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ശരിക്കും നല്ല പണി കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം അറിയാനും ഇന്ന് സണ്ണി ഡേ ആണ്, വെയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ വരുന്ന സമയത്ത് ഇതേ കാലാവസ്ഥയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ തന്നെ എടുത്ത്. മൊത്തം ടൂറിസ്റ്റേഴ്സ് തന്നെയാണ് കേട്ടോ കൂടുതലും ഇവിടെ. അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു ടൂറിസ്റ്റ് ആണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ടാക്സി വേണോ എന്നെല്ലാം ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കൂട്ടാ. അങ്ങനെ അപ്പോൾ ന്യൂ ഇയർ ആവാനായതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നിവിടെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ട്യൂബിലേക്ക് ഊരി വരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അതായത് നമ്മൾ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ട്യൂബ് വേണം അത്ര ട്യൂബ് എടുത്തിട്ട് ഇതേപോലെ എസ്കലേറ്റർ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമുക്ക് മേലെ എത്താൻ പറ്റും. എന്നിട്ട് അവിടുന്ന് ഊരി വരുത്താൻ കേട്ടോ. അപ്പോൾ ഊരി വരുന്ന സമയത്തും ഡേഞ്ചറൊന്നുമില്ല, കാര്യം ഇവർ ഇതേപോലെ ഇങ്ങനെ ഒരു ബോർഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫാണ്, വേറെ ടെൻഷൻ അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതെല്ലാം സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഐസ് സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് കിട്ടാത്ത പോലെ ഉണ്ട്. കാര്യം നമുക്ക് തന്നെ കുറേ സ്നോയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സ്ലിപ്പായി പോട്ടെ കാല്. കാര്യം ഷൂവിൻ്റെ ഇടയിലെല്ലാം മണ്ണായിരിക്കും, സ്നോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ സ്ലിപ്പായി പോവും, ഡേഞ്ചറാണ് ശരിക്കും. അങ്ങനെ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഈ വെയിലത്ത് സ്നോയിൽ വരുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കറങ്ങി മൊത്തത്തിൽ കണ്ടു തീർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ ഫുഡെല്ലാം ഓൾറെഡി പാർസൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാ. ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് നമ്മൾ പാർസലാക്കിയിട്ട് കൊണ്ടുവന്നിനി. കാര്യം ഇവിടെയെല്ലാം ടൂറിസ്റ്റ് പ്ലേസാണ്, അപ്പോൾ ഫുഡെല്ലാം എങ്ങനെയാണ് എന്താണെന്നും പറയാൻ പറ്റില്ല. ഹോട്ടൽസും കഫേസെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച്, പുറത്തുനിന്ന് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ ഈ കാണുന്നതെല്ലാം റിസോർട്ടാണ് കേട്ടോ. നമുക്ക് സ്റ്റേക്കേഷന് വേണമെങ്കിലും ഇങ്ങോട്ടേക്കെല്ലാം വരാം, നമുക്കവിടെ റിസോർട്ടിൽ താമസിക്കുകയെല്ലാം ചെയ്യാം. അങ്ങനെ ഇനിയിപ്പം വീണ്ടും മൊത്തത്തിലൊന്ന് കറങ്ങല. നമ്മൾ 3 ഡെസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 2 മണിക്കൂറാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രസമായിരിക്കും സ്നോയിൽ ചെയ്യാനെല്ലാം. പിന്നെ ഇതാ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടക്കാൻ. കാര്യം ഇവിടെ ഓൾറെഡി സ്റ്റേജിൽ ഇങ്ങനെ സോങ് DJ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൈബ് ചെയ്യുന്നു. ഞാൻ വെറുതെ നടക്കാനും നിൽക്കാനും എല്ലാം നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ച് നേരെ നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയാണ് കയറാൻ. ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകലാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച്. ഇതെല്ലാം ഒരു ലൈഫ് ടൈം മെമ്മറി അല്ലേ. നമ്മളങ്ങനെ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ പാരച്യൂട്ട് കിട്ടാം. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതിവിടെ ഉള്ള ഒരു ഫോട്ടോ നമ്മൾ കണ്ടിനു, പക്ഷെ ഇവിടെ വന്നിട്ട് കാണാത്തത് കൊണ്ട് ഇല്ലയെന്നാണ് വിചാരിച്ചത്. അന്നേരം തന്നെ ഓടി അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ടിട്ട് കാണുന്ന പാരച്യൂട്ടിനെ. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട്. സത്യം പറഞ്ഞാൽ കയറാൻ നല്ല പൂതി ഉണ്ടായിരുന്നു കണ്ടിട്ട്. ഇവർ കുറേ സമയം ഇങ്ങനെ തീയെല്ലാം കത്തിച്ച് നോക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, ഇത് ശരിക്കും ആൾക്കാരെ കയറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നതെല്ലാം കണ്ടിന്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അവരതങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് തിരിച്ച് പോവല. ഇവിടെ ഇങ്ങനെ തീയെല്ലാം കായാൻ വേണ്ടി വെച്ചെന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നുന്ന സമയത്ത് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് തീയെല്ലാം ഒന്ന് കായാം. അപ്പോൾ അങ്ങനെ നമ്മളിത് കേബിൾ കാറിലേക്ക് കയറല. ഇതിങ്ങനെ കേബിൾ കാറിൽ ഇവിടെ ഒരു
ടിക്കറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഇത് കയറുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നു വരും. നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് ഡോറെല്ലാം ഇങ്ങനെ അടഞ്ഞ് ഒരു കൂട് പോലെ ആവും കേട്ടോ. പിന്നെ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ലൈവായിട്ട് വ്യൂ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. ശരിക്കും ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാര്യം സ്നോ മാത്രമാണെങ്കിൽ ഇതാ ഇത്ര മുഞ്ചി കിട്ടൂല കേട്ടോ. ഇത് നമുക്ക് വലിയ തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ മലകളെല്ലാം ആ കറക്റ്റ് കളറിൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ മരങ്ങളെല്ലാം ആ പച്ച കളറ്, അങ്ങനെ എല്ലാം കൂടി നല്ല രസമായിരുന്നു. ടയലിൽ കൂടെ എല്ലാം ഇങ്ങനെ കാറും വണ്ടികളെല്ലാം പോകുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാം ശരിക്കും എൻജോയ് ചെയ്തതിന്, അവരെല്ലാം ഭയങ്കര ത്രില്ലിലേനു. നല്ല രസമാണ് ഇങ്ങനെ പോകാൻ. ഇത് ശരിക്കും നല്ല ലോങ് ഉണ്ട് കേട്ടോ, അടുത്തൊന്നുമല്ല, കുറേ പോകാനുണ്ട്. ബാക്കിൽ നോക്കിയാലും ഫ്രണ്ടിൽ നോക്കിയാലും ഭയങ്കര രസമാണ്. ബാക്കിൽ നോക്കിയാൽ ഇങ്ങനെ ഫുള്ള് സ്നോവും, ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മലകളും അങ്ങനെയാണ് കേട്ടോ, കുന്നുകളും കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കണ്ട നല്ല രസമാണ് മൊത്തത്തിൽ. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് എത്താനായി. നമ്മളിപ്പോൾ താഴേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവുമൊന്നുമില്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്തെത്തുമ്പം ആ ഡോർ ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുള്ളിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറല്ല, നമ്മൾ കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡോർ അങ്ങനെ ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ താഴെ വന്ന് ഇനിയിപ്പം ഇതാ ആമിർ സോയിനോട് നമ്മൾ ബൈ ബൈ പറയുന്ന, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ടിയിട്ട് ഇതാ പോകുന്ന. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. നമ്മളെ കാറിനെയും ഡ്രൈവറെയും കുറേ നോക്കി ലാസ്റ്റ് കാണുന്നില്ല. ലാസ്റ്റ് ലൊക്കേഷനെല്ലാം അയച്ചാണ് അങ്ങനെയാണ് കണ്ടുപിടിക്കുകയെല്ലാം ചെയ്തത്. ഇവിടെ ഹോഴ്സ് റൈഡിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെയല്ല, മേലിലാണ് കേട്ടോ ഹോഴ്സ് റൈഡിങ് എല്ലാം ഉള്ളത്. അത് അത്യാവശ്യം കുറേ ലോങ് എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പരിസരത്തൊന്നും നമ്മൾ പോയിട്ടില്ല, പേടിയായതുകൊണ്ട്. നല്ല രസമാണ് കാണാൻ. ഒരു കുഞ്ഞി ഹൗസും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അതിന് നല്ല മൊഞ്ചുണ്ടായിരുന്നു കാണാൻ, മുടിയെല്ലാം ആയിട്ട്. അങ്ങനെ നമ്മളിതാ ഡ്രൈവറെല്ലാം വന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകലാം. എല്ലാം ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പോകുന്ന വഴികളെല്ലാം ഇങ്ങനെ മൊത്തം മലകൾ തന്നെയാണ് കേട്ടോ കൂടുതലും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയതിന്. നമ്മളിപ്പം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്നോയിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത ആക്ടിവിറ്റീസ് ഇല്ല, ഒരുവിധം ആക്ടിവിറ്റീസ് മൊത്തത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റൈഡ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഇത്. അങ്ങനെ പലവിധം ജീപ്സ് ഉണ്ട്, പല ഷേപ്സിലുള്ളതും പല പല കോലത്തിലുള്ള ജീപ്സ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്കേറ്റിങ്ങെല്ലാം നമുക്ക് സ്കേറ്റിംഗ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് സിപ്പ് ലൈൻ പോലൊരു സാധനത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പേടിക്കാണ്ട് സ്കേറ്റിംഗ് എല്ലാം ചെയ്യാനെല്ലാം പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തതെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് വരാനുള്ള കാരണം ഇതാ ഈ ഒരു ഐറ്റത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ ഒരു സാധനത്തിൽ കയറാൻ. ഇത് നമ്മളെ കേബിൾ കാർ പോലെ തന്നെയാണ്, ഇത് ഹൈറ്റിലേക്ക് പോകലാണ് കേട്ടോ. അങ്ങ് ഹൈറ്റിലേക്ക് പോവുകയും ചെയ്യും, അവിടുന്ന് താഴേക്ക് വരികയും ചെയ്യും. അതായത് ചെയറിലിരുന്നിട്ട് ഇങ്ങനെ പോകലിട്ടാ. അങ്ങനെ ഇതിൽ എനിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. കാര്യം ഇക്കയും കുട്ടികളൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞ്. കുട്ടികളെല്ലാം ശരിക്കും ഇതിൽ കയറ്റാം കേട്ടോ. ഇതിൽ സേഫ്റ്റി ആയിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു കമ്പി മാത്രം ഉണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെയൊന്നും കയറ്റിയിട്ടില്ല, ഞാൻ മാത്രം കയറി ഒറ്റയ്ക്ക് കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോകുമ്പം ഭയങ്കര ഫീലാണ് കേട്ടോ. ആരുമില്ല. നമ്മളിങ്ങനെ പോകുന്നേരം താഴെ ഇങ്ങനെ ഫോട്ടോ ക്യാപ്ചറെല്ലാം ചെയ്യും കേട്ടോ. അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അതുപോലെ മേലെത്തിക്കഴിഞ്ഞാലും അവിടെ ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ ആൾക്കാർ ആരെല്ലാം ഇതിൽ കയറുന്നത് ഇറങ്ങുന്നത് അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോസ് അവരെടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ
ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഭയങ്കര രസം. കേബിൾ കാർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, എല്ലാം കാണാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് കാറ്റും തണുപ്പും എല്ലാം ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റൂ കേട്ടോ. വേറെ തന്നെ ഒരു ഫീലാണിത്. ഇത് മേലെ വരെ പോവും, നമ്മൾ കാണുന്ന പോലെയില്ല, അങ്ങ് മേലെ ഹൈറ്റിൽ വരെ പോകട്ടാ. ശരിക്കും ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാകുന്നുണ്ട്, ഭയങ്കര ബേജാറാകുന്നുണ്ട്. കാര്യം ഒന്നാമത് ഒറ്റക്കും കൂടി ആയതുകൊണ്ട്. പക്ഷേ കുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കെല്ലാം ഇതിൽ കയറാൻ പറ്റും. അടിപൊളിയാണ്, നല്ല രസമാണ്, കുഴപ്പമില്ല. ഇത്രയും ടോപ്പിലാണ് കേട്ടോ ഉള്ളത്. അവിടുന്ന് വന്നതാണ്. ഇത് നോക്കിയാട്ടെ, ഇത്രയും ടോപ്പിലെത്തി. മോനെ ഇത് നോക്കിയോ, വ്യൂ കണ്ട. ഇതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ. അല്ലോ അടിപൊളിയാ. അങ്ങനെ നമ്മളിതാ മേലെത്തിട്ടാ, മേലെത്തി. മേലിൽ മൊത്തം ആൾക്കാരാണ്. കാര്യം ഇവിടെ ഇങ്ങനെ ചെറിയൊരു കോഫിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന്. അതായത് നേരത്തെ വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ക്യൂ ആയി നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് വേണം ഇനി തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് ലാഗായിന്, കാര്യം കുറേ സമയം എടുത്തിട്ടാണ് നമുക്ക് താഴേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാരെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ നല്ലോണം ലേറ്റ് ആയിന്. ശരിക്കും അവരിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അനക്ക ബേജാറാണ്. ജസ്റ്റ് മിസ്സാണ് കേട്ടോ. സ്നോ ആയതുകൊണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകും. പിന്നെ ഈ ഒരു സംഭവത്തിൽ ഇതേപോലെയാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നിൽക്കുകയൊന്നുമില്ല, ഇതിങ്ങനെ മൂവ് ആവും. അപ്പോൾ അവിടെ നിൽക്കുക, നേരെ ഇരിക്കുക, അപ്പോൾ തന്നെ അവർ ആ കമ്പി എടുത്തിട്ട് ഫ്രണ്ടിലിടും, എന്നിട്ട് അങ്ങനെ പോവാട്ടോ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് സേഫ്റ്റിയോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനിത് താഴേക്ക് പോകുന്നതാണ്. മേലെ വന്നതുപോലെയല്ല, താഴേക്ക് പോകുമ്പോൾ ബേജാറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേനു. കാര്യം ഇത്രയും ഹൈറ്റ് ഒന്നിങ്ങനെ കാണുമ്പോൾ. ഇതാണിങ്ങനെ കാണുന്നത്. താഴെ വരെ എത്തണം, താഴേലേക്കിന് പോകാനുണ്ട്. നമുക്ക് കുറേ ദൂരം ഉണ്ട് കേട്ടോ പോകാൻ, അത്രയും ലോങ്ങാണ്. ഭയങ്കരം തന്നെ, അടിപൊളിയാനു. മാഷാല്ലാ, അടിപൊളിയാ. സ്നോ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്നോ ഇങ്ങനെ കാണണം കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ സ്നോ കണ്ടിട്ട് പോകാണ്ട് ശരിക്കും ഇങ്ങനെ കാണണം, സ്നോ ഫുള്ള് വ്യൂ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ മൊഞ്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഫോൺ ഓഫായി പോയിട്ടാ, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ താഴെ വന്ന് പിന്നെ വീഡിയോയിൽ എടുത്തിനു, പക്ഷെ എനിക്കത് ക്ലിപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് താഴെ വന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ആ ജീപ്പ് റൈഡിലേക്ക് കയറിയിട്ടാണ്. ഇത് നമുക്ക് തന്നെ ഇങ്ങനെ റൈഡ് ഇങ്ങനെ ഓടിക്കാൻ തരും. അതായത് ഈ ജീപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകലാണ്, മേലയിലേക്ക് ഇങ്ങനെ പോകലാണ്. അപ്പോൾ പോകുന്നേരം ഇക്കയും വരുമ്പം ഞാനുമാണ് എടുത്തത്. നല്ല രസമുണ്ടേനും, ഒരു ഓഫ് റോഡ് പോലെ ഉണ്ടേനും. പിന്നെ ഇതിൻ്റെ ആളിങ്ങനെ സൈഡിലിരിക്കും കേട്ടോ. അഥവാ നമുക്ക് എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ അടുത്തുണ്ടാവും. അങ്ങനെ in India, yes. Automatic car? No. Manual. Here. Yeah. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കണ്ടേരം ആൾ പറഞ്ഞ് ഭയങ്കര ഗുഡ് ഡ്രൈവിങ്ങാന്ന് പറഞ്ഞിട്ടാ. അപ്പം അന്നേരം എനിക്കിങ്ങനെ പറഞ്ഞു കൊടുത്തതാ, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യലുണ്ട്. അന്നേരം ചോദിച്ചിങ്ങനെ ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ എല്ലാം മാനുവലാന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ ഭയങ്കര ഇതായിട്ട് അടിപൊളി ഡ്രൈവിങ്ങാന്നെല്ലാം പറഞ്ഞിട്ടാ. അപ്പം എനിക്കത് ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നി. ചിലപ്പോൾ വെറുതെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തന്നിന്. കാര്യം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നതും ഡ്രൈവിങ് പഠിക്കുന്നതും വണ്ടി എടുക്കാൻ തുടങ്ങുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഡ്രൈവിങ്ങിന് ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അയാൾ സോപ്പിടാൻ പറഞ്ഞതാണെങ്കിലും നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുത്തോളൂ. നമ്മളെന്തിനാണ് വെറുതെ നമ്മളെ സന്തോഷം ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഇത് നല്ല പവറുള്ള വണ്ടിയാണ്. നോർമലി നമ്മൾ കാണുന്ന പോലെയല്ല. ഇത് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ്. നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ 2 ടയർ പോയ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി തന്നെ പോകണം. കാര്യം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും സ്നോ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ബാലൻസ് കിട്ടൂല കേട്ടോ. കാര്യം ടയർ അത്രയും ഹൈറ്റിൽ അങ്ങ് പൊങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് വെയിൽ തന്നെ ഇങ്ങനെ പോകണം. പക്ഷെ നല്ല രസമുണ്ടേനു, നല്ല അടിപൊളിയേനു കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ട് 4 ആൾക്കും ഒരുമിച്ചിരുന്നിട്ട് പോകാൻ പറ്റീന്.
ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ജീപ്സ് ഉണ്ട് കേട്ടോ, എന്തെല്ലോ ടൈപ്പെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട ഒരുമാതിരി, പക്ഷെ അതെല്ലാം നമുക്കൊന്ന് അവരെന്നെ മറ്റേ അമൃത്സറിൽ പറഞ്ഞതുപോലെ അവരെന്നെ ഓടിക്കലാന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടംപോലെ കുതിര ഉണ്ടേനും, അങ്ങനെ ഇങ്ങത്തോളം ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കുതിരകൾ നിർത്തിയിട്ടുണ്ടാ. ഈ കുതിരകൾക്കെല്ലാം എന്താ അനുസരണന്നറിയാവാ, കാര്യം ഇത് കറക്റ്റ് ലൈനിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേനും. അത് ലൈനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കും കേട്ടോ. പിന്നെ നല്ല രസമുണ്ടേനും, കുതിരയിൽ പോകുന്നതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ എനിക്കെന്തോ അതിൽ കയറാൻ തോന്നിയിട്ടില്ല. അപ്പം നമ്മളതങ്ങ് സ്കിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെയാണ് കേട്ടോ, മറ്റേ എന്താ ട്യൂബിൽ ഊരിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. നോക്കുമ്പം നമ്മൾ അമൃത്സറിൽ കണ്ടതുപോലെയല്ല, അവിടെ ചെറുതേനു. അത് മാത്രമല്ല നമുക്ക് മേലിൽ പോകാൻ വേണ്ടിയിട്ട് ഈ എസ്കലേറ്റർ പോലത്തെ ഒരു സാധനമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മേലെ എത്തണമെങ്കിൽ നമ്മൾ നടന്നിട്ട് കയറണം കേട്ടോ. അതും നല്ല ഹൈറ്റ് ഉണ്ട്, കുന്നുപോലെയാണ്. കാലെല്ലാം സ്ലിപ്പായി പോയിട്ടാ, വീഴുന്ന സമയത്ത് നമുക്ക് പിടിക്കാനൊരു കമ്പി പോലും ഉണ്ടാവില്ല. ആൾക്കാർ നടന്നിട്ട് പോയ ഷൂസിൻ്റെ കല ഉണ്ടാവും, അപ്പം അതിൽ വേണം നമ്മൾ കാല് വെച്ചിട്ട് ഇങ്ങനെ കയറി പോകാൻ. ശരിക്കും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യമാണ്. എന്നിട്ട് മേലെ ഇന്നിങ്ങനെ ഊരി വരണം കേട്ടോ. എനിക്ക് ഏറ്റവും ഉള്ളിൽ പേടി വന്നൊരു കാര്യം ഇത് ചെയ്യുന്നവരാണ്. എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടെല്ലാം എനിക്ക് ഇതന്നെയായിരുന്നു മനസ്സിൽ എന്തോ പേടി തട്ടിപ്പോയിട്ടാ. കാര്യം മേലേന്ന് വന്ന വരുത്താൻ ഇത് ഇങ്ങനെ തെറിച്ചിട്ടാണ് കേട്ടോ വരാൻ. ശരിക്കും കൂക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് താഴേക്ക് എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല അവിടുത്തെ പോലെ ഒട്ടും സേഫും അല്ല. കാര്യം ഇത് ശരിക്കും സ്നോ വെച്ചിട്ട് ഇവരിങ്ങനെ ഒരു മതിൽ പോലെ സെറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് അവിടെയുള്ള പോലെ അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോഞ്ച് പോലത്തെ സാധനമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ തെറിച്ചാൽ തെറിച്ച പോലെ അങ്ങ് പോകട്ടാ. ഒട്ടും സേഫായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഒരു ട്യൂബ് വാങ്ങിയാൽ നമുക്ക് 3 റൗണ്ടാണ് കേട്ടോ കിട്ടാൻ. അപ്പോൾ ഞാൻ 2 റൗണ്ട് മാത്രമേ ഓടിയിട്ടുള്ളൂ. കാര്യം എനിക്ക് അത്രയും പേടിയായിപ്പോയി. പിന്നെ എനിക്ക് നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്ത പോലെയെല്ലാം ഉണ്ടെങ്കിലും സ്ലിപ്പാവുന്നത് പോലെ. പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകാമെന്നെല്ലാം വിചാരിച്ച് നോക്കുമ്പോൾ നമ്മൾ അടുത്തത് പോകാൻ ഉദ്ദേശിച്ചത് ഒരു ലേക്കിലേക്കാണ് കേട്ടോ. ബ്ലൂ കളർ ലേക്കിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് വിൻ്റർ ആയതുകൊണ്ടും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം 5 മണി, വൈകുന്നേരം 5 മണിയെല്ലാം ആകുമ്പോഴേക്കും ശരിക്കും രാത്രി പോലെ ആവും കേട്ടോ. ശരിക്കും രാത്രി പോലെ തന്നെ ഉണ്ടാവും, മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോഴേക്കും അവരത് ക്ലോസ് ചെയ്ത് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്ത് അപ്പോൾ നേരെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കാര്യം ഞാനത് കണ്ടിന്. നമ്മൾ ആ ചെയർ പോലത്തെ സാധനത്തിൽ ഇങ്ങനെ സിപ്പ് ലൈനിലേക്ക് കൂടി പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന് കേട്ടോ ആ ബ്ലൂ ലേക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയതൊന്നുമല്ല, ചെറുതാണ്. ഹൈറ്റിൽ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ചെറുതുപോലെ തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. നല്ല രസമാണ് കാണാൻ. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സ്നോ ഫുള്ളായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു ഡേ ആണ് ഇന്ന്. മൊത്തത്തിൽ സ്നോ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയത്. നമ്മളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ വലിയ വലിയ കുന്നിൻ്റെ മേലെല്ലാം പശുക്കളുണ്ടേനു കേട്ടോ. കാണുന്നില്ലേ? ഇത് കാണുന്നത് പോലെയല്ല, നല്ല സ്ലോപ്പാണ്, ചെരിവുള്ള കുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയല ഇങ്ങനെ ഈ ചെരുവിൻ്റെ മേലെല്ലാം പശുക്കൾ എത്തിയത് എന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വ്ളോഗെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.